ഹജ്ജാജ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ഈ ഉസ്താദ് വന്നു. രാത്രി സമയം ഇശാ കഴിഞ്ഞ് വന്നപ്പോ ഒരു വലിയ പക്ഷി വന്നവിടെ ഇറങ്ങുന്നു. ഈ ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ കൈയും പിടിച്ച് പക്ഷിയുടെ പുറത്ത് കയറുന്നു. പക്ഷി പറക്കുന്നു. വളരെ അകലത്തിൽ പോയി പക്ഷി ഇറങ്ങുന്നു. എന്തൊരു നല്ല തോട്ടമാണ്, എന്തൊരു നല്ല ഭംഗിയാണ്, എന്തൊരു നല്ല കെട്ടിടങ്ങളാണ്, സന്തോഷമുള്ളൊരു സ്ഥലം, സ്വർഗമാണെന്ന് തോന്നിപ്പോകുന്ന സ്ഥലം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ നമ്മൾ നിസ്കരിക്കല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ, ഞാൻ പഠിച്ച ഇസ്ലാമില് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കരിക്കലല്ല, സ്വർഗത്തിൽ എത്തുന്നവരെ നിസ്കരിക്കല. ഞാൻ ഇസ്ലാം ദീനിന്റെ ഇൽമു പഠിച്ചിട്ടുണ്ട്. ആ ഇൽമില് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കരിക്കലല്ല, സ്വർഗത്തിൽ എത്തുന്നത് വരെ നിസ്കരിക്കുക. അങ്ങനെയാണ് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കാര. അതുകൊണ്ട് ഇവിടെ നിസ്കാരം, സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടാവൂലല്ലോ മോനെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അല്ല ഉസ്താദെ നിസ്കരിക്കണം. ഇല്ല, ഇവിടുന്ന് ഇപ്പൊ നിസ്കരിക്കാൻ ഞാനില്ല, സ്വർഗത്ത് നിസ്കരിക്കുന്നില്ല ഞാൻ. എന്നാ ഞാൻ നിസ്കരിക്കാണ് എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ നിസ്കാരത്തിൽ കയറി, നിസ്കാരം നിർവഹിച്ച് ഏകദേശം സുബ്ഹിയോടടുത്തായി. അതാ ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, നമ്മളെ ഇറക്കിയിട്ട് പോയ പക്ഷി രണ്ടാമത് വന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, മോനെ, ഞാൻ പഠിച്ച സ്വർഗത്തിൽ കയറിയാ പിന്നെ ഇറങ്ങലില്ല. ഞാൻ പഠിച്ച സ്വർഗം ഉണ്ടല്ലോ, ഖാലിദീന ഫീഹാ അബദാ, സ്വർഗത്ത് കയറിയാ പിന്നെ ഇറങ്ങലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെത്തിയ ഞാനിനി ഇറങ്ങൂല, ഇനി ഇവിടുന്ന് പോകൂല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രശ്നം വരും, കുഴപ്പം വരും. എന്ത് കുഴപ്പം വന്നാലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്, ഈ പക്ഷി ചിറകിട്ടങ്ങടിക്കാൻ തുടങ്ങി. ഭൂമി കുലുങ്ങുമെന്ന് തോന്നി, പക്ഷെ ആ പണ്ഡിതൻ കുലുങ്ങിയില്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അവരത്ഭുതം കണ്ട് കുലുങ്ങൂല. ആ പണ്ഡിതൻ അതാ ഉറച്ചു നിന്നു, ഞാൻ സ്വർഗത്തുനിന്ന് ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്, വാശി പിടിച്ചവിടെ നിന്നപ്പോ പക്ഷി അതാ ഒറ്റക്ക് പറന്നുപോയി. നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു. നേരം വെളുത്തു നോക്കുമ്പോൾ വന്ന് ഇറങ്ങിയ സ്ഥലമേതാണെന്നറിയോ? അവിടെ മുഴുവനും നജസ് നിറച്ചിട്ടുള്ള മാലിന്യമാണ്. ആ മാലിന്യമാണ് തോട്ടമായി തോന്നിയത്, അതാണ് സ്വർഗമായി തോന്നിയത്. ആകയാൽ ഈ ചെറുപ്പക്കാരന്റെ തഹജ്ജുദ് നിസ്കാരം മുഴുവനും നജസിൽ വെച്ച് നിസ്കരിപ്പിക്കാൻ ശൈത്താൻ കാണിച്ച അത്ഭുതമായിരുന്നു. അറിവില്ലാത്തതിന്റെ പേരിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതുവരെ പിന്തുടർന്ന പണ്ഡിതന്മാരെയും അതാ അവഗണിച്ച് നീങ്ങിയപ്പോൾ നജസിൽ പോയി നിസ്കരിക്കേണ്ടി വന്നു. മോനെ, വിവരമില്ലാതെ അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ ചെന്നെത്തുന്നത് നജസിലാണ് കേട്ടോ എന്ന് ബോധ്യപ്പെടുത്തിയ മഹാനായ പണ്ഡിതൻ അവിടെ വെച്ച് അതാ ആ ശിഷ്യനെയും കൂട്ടി തിരിച്ചു വരുന്നു. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, SYS-ഉം SSF-ഉം അതേതെങ്കിലും വിവരമില്ലാത്തവരുടെ പിന്നാലെ പോകുന്ന സംഘടനയല്ല, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്ന സംഘടനയല്ല. അതിന് നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള CM വലിയുള്ളാഹി അടക്കമുള്ള വടകര മുഹമ്മദ് ആജിത്തങ്ങൾ അടക്കമുള്ള നമ്മുടെ മുൻഗാമികളായ മഹാന്മാർക്കൊക്കെ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഈ മഞ്ചേരിയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ എത്രയോ വിജ്ഞാനത്തിന്റെ ശാഖകൾ വിതറിയ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹു ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നെഞ്ഞി വിരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ
ആശയം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുറുകെ പിടിച്ച് മതസൗഹാർദ്ദവും സ്നേഹവും സഹകരണവും സാന്ത്വനവും മതം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം അത് തടുത്തു കളയാമെന്നോ അതിനെ നശിപ്പിക്കാമെന്നോ അതിനെ തടയിടാമെന്നോ ഒരു ശക്തി കരുതിയാലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. യജമാനനായ റബ്ബിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഴുവൻ അംഗങ്ങളോടും പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, നിനക്കെല്ലാറ്റിനും കഴിവുണ്ട്. നിന്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ നടത്തുന്ന ദീനീ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്നും ഞങ്ങളോട് സഹകരിക്കുന്നവരിൽ നിന്നും സഹകരിച്ചവരിൽ നിന്നും നീ തന്നെ നീക്കം ചെയ്യണം റഹ്മാനേ. ഇവിടെ സഫുവ അംഗങ്ങൾക്ക് മുഴുവനും ഭക്ഷണം നൽകിയ ഉമ്മമാർക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഇവിടെ എത്തിച്ചേർന്ന് ഈ മഞ്ചേരിയെ പ്രകമ്പനം കൊള്ളിച്ച് ഒറ്റ ഡ്രസ്സിൽ അതേ യൂണിഫോം ധരിച്ച് പ്രകടനം നടത്തിയ അച്ചടക്കമുള്ള പ്രവർത്തകർക്കും അതേ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന നേതാക്കൾക്കും മറ്റു മുഅ്മിനീങ്ങൾക്കും ഈ മഞ്ചേരിയിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും എത്തിക്കൊടുക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% പിന്തുടർന്ന് സഹാബത്തിനെയും അയിമ്മത്തിനെയും പിന്തുടർന്ന് ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് മുഴുവനും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളായ മുഹമ്മദ് കുഞ്ഞി സഖാഫി ഒരു ചെറിയ അപകടം പറ്റി ഇന്നിവിടെ എത്താൻ കഴിയാതെ വീട്ടിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പറ്റിയ അപകടം പൂർണ്ണമായി സുഖപ്പെടുത്തി നീ പെട്ടെന്ന് തന്നെ ആഫിയത്ത് നൽകി ഞങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ നീ സൗഭാഗ്യം നൽകണം റഹ്മാനേ. ഇന്ന് മരണപ്പെട്ടു പോയ പ്രവർത്തകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അതുപോലെ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. നീ അവരുടെ എല്ലാം മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനേ. കാട്ടാളി ഹസീബ് നെടിയിരുപ്പ് കോളനി റോഡ് എന്ന് മരിച്ച നമ്മുടെ പ്രവർത്തകനാണ്. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. വളാഞ്ചേരി ടൗൺ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്